നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷ് എന്ന യുവാവ് ഇപ്പോഴും ഒളിവിലാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ എന്നൊരു നീക്കം സുഗാന്ത് സുരേഷ് നടത്തിയിരുന്നു. ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ്. ഈ വാർത്ത എന്താണ് സുഗാന്ത് സുരേഷ് ജാമ്യ ഹർജിയിൽ പറയുന്നത്, എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങളും അതിന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രതികരണങ്ങളും ചർച്ചയും ഒക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയാണ് സുഗാന്ത് സുരേഷ് സമീപിച്ചത്. യുവതിയുടെ മരണത്തിന് ഉത്തരവാദി സഹപ്രവർത്തകനായ സുഗാന്ത് സുരേഷ് ആണെന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കുടുംബത്തിനെ പ്രതിക്കൂട്ടിലാക്കി കഴിഞ്ഞ ദിവസം ചില വെളിപ്പെടുത്തലുകൾ ഈ സുഗാന്ത് സുരേഷ് തന്റെ ജാമ്യ ഹർജിയിലൂടെ വ്യക്തമാക്കിയത്. യുവതിയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, വൈകാരികമായും മാനസികമായും ഏറെ അടുത്ത ഞങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇക്കാര്യം യുവതി വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുവെന്നും സുഗാന്തിന്റെ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ജ്യോതിഷയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാനായിരുന്നു യുവതിയുടെ വീട്ടുകാർ തീരുമാനിച്ചത്. ജ്യോതിഷയെ കണ്ടതിന് ശേഷം ഞങ്ങളെ അകറ്റാൻ വീട്ടുകാർ ശ്രമിച്ചു. മാത്രമല്ല, ജ്യോതിഷിയെ കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ ഒരു കാര്യവും പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല. മാത്രമല്ല, താനുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധപ്പെടുന്നത് അവർ എതിർക്കുകയും ചെയ്തു. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ആളാണ് താൻ. യുവതിയുടെ മരണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. തന്നെ ഇപ്പോൾ കേസിൽ പ്രതിചേർത്തിട്ടില്ലെങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നതടക്കമുള്ള ആവശ്യമാണ് സുഗാന്ത് മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കമന്റിലൂടെ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കമന്റുകളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് അഡ്വക്കേറ്റ് മെനഞ്ഞ കഥയാണോ സുഗാന്തിൻ്റേത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് കമന്റിലൂടെ ആളുകൾ ചോദിക്കുന്നത്. സുഗാന്തിന്റെ ഈ പുതിയ കഥ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് ചെന്ന് പറയൂ എന്നതടക്കമുള്ള പ്രതികരണങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. നിന്റെ കയ്യിൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് മാതാപിതാക്കളെ ഉൾപ്പെടെ കൂട്ടി നീ ഒളിവിന് പോയത്? ആ പാവപ്പെട്ട മൃഗങ്ങളെല്ലാം ഇട്ട് കഷ്ടപ്പെടുത്തി നിന്റെ മാതാപിതാക്കളെ വിളിച്ച് നീ മുങ്ങിയത് നിന്റെ കയ്യിൽ തെറ്റില്ലാഞ്ഞിട്ടാണോ? നിന്റെ കയ്യിൽ നിന്ന് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് നിനക്ക് ഒളിവിൽ പോകാതെ മുന്നോട്ട് പോകാമായിരുന്നല്ലോ എന്നതടക്കമുള്ള കമന്റുകളും നിറയുന്നുണ്ട്. ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞു. ഏതോ വക്കീൽ പറഞ്ഞു കൊടുത്ത ഐഡിയയുമായി വന്നതാണ്. കുട്ടി മരിച്ചുപോയ സ്ഥിതിക്ക് ഇതായിരിക്കും അവൻ കൊണ്ടുവരുന്ന വാദം എന്ന് നേരത്തെ തോന്നിയിരുന്നു എന്നതടക്കമുള്ള കമന്റുകളും നിറയുന്നുണ്ട്. ഇതൊക്കെ ആരുടെ ബുദ്ധിയാണ്? പുതിയ കഥയ്ക്ക് പിന്നിൽ ആരുടെ ബുദ്ധിയാണ്? മിടുക്കൻ വക്കീലിന്റെ കഥ കൊള്ളാം എന്നതടക്കമുള്ള പ്രതികരണങ്ങളും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമാകുന്നുണ്ട്. ആ കുട്ടിയെ കൊന്നതും പോരാ, ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയും അകത്താക്കണം. നമ്മുടെ നിയമവും കോടതിയും എല്ലാം കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും സുഗാന്ത് സുരേഷിന് അകത്താക്കാൻ പറ്റില്ല. മലയാളികൾ ലജ്ജിച്ച് തല താഴ്ത്തണം എന്നതടക്കമുള്ള പ്രതികരണങ്ങളും നിറയുന്നുണ്ട്. സുഗാന്തേ, തന്റെ അഡ്വക്കേറ്റിന്റെ സ്ക്രിപ്റ്റ് പോരാ കേട്ടോ, കുറച്ചുകൂടി കുത്തിത്തിരുകാനുണ്ട് എന്നതടക്കമുള്ള പ്രതികരണവും ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റിലൂടെ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ നിറയുന്നുണ്ട്. ഇവന് ആ കുട്ടിയോട് യഥാർത്ഥ സ്നേഹമായിരുന്നെങ്കിൽ എന്തിന് കല്യാണത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു? മാത്രമല്ല, ആ കുട്ടിയുടെ ശമ്പളം മുഴുവൻ അടിച്ചു മാറ്റി. സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ എന്തിന് ഗർഭഛിദ്രത്തിന് വിധേയയാക്കി എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സുഗാന്തിന്റെ പുതിയ നാടകമാണിത്. കല്യാണത്തിന് മുൻപ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ശാന്തി മുഹൂർത്തം ജ്യോതിഷയെ കണ്ട് വീട്ടുകാർ കുറിച്ചു കൊടുത്തിട്ടാണോ ചെയ്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. വക്കീലിന്റെ സ്റ്റോറി മേക്കിംഗ് കൊള്ളാം എന്നതടക്കമുള്ള കമന്റുകളും ഈ വാർത്തയ്ക്ക് പിന്നാലെ ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലാണ് സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത്. തന്റെ മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്യിച്ചുവെന്നും വീട്ടുകാരുടെ സമീപനത്തിൽ നിരാശയായ പെൺകുട്ടി തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചതെന്നും സുഗാന്ത് സുരേഷ് ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അതേസമയം മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളുടെ സമ്മർദ്ദത്താൽ യുവതി വളരെ പ്രയാസത്തിലായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി. യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനു പിന്നിൽ തങ്ങളുടെ ബന്ധത്തെ എതിർത്ത മാതാപിതാക്കളെ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷമവുമാണ് കാരണമെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് സുഗാന്ത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. സുഗാന്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് നിർണായകമായ ചോദ്യം തന്നെയാണ്. എന്തായാലും സുഗാന്തിന്റെ വാദങ്ങൾ തള്ളി യുവതിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, മറ്റൊരു നിർണായക വിവരം പുറത്തു വരുന്നത്
ഈ ആരോപണ വിധേയനായ എടപ്പാൾ സ്വദേശി സുഗാന്തിന്റെ വളർത്തുമൃഗങ്ങളെ ഇനി പഞ്ചായത്ത് സംരക്ഷിക്കും. സുഗാന്തിന്റെ വീട്, എടപ്പാളുള്ള വീട് പൂട്ടി അവർ ഒളിവിലാണ്. അപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. ഈ മൃഗങ്ങളുടെയൊക്കെ കരച്ചിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ കേട്ട് അത് വേണ്ടപ്പെട്ടവരെ, അധികൃതരെയൊക്കെ അറിയിച്ചിരുന്നു. എന്തായാലും വളർത്തുമൃഗങ്ങളെ ഇനി പഞ്ചായത്ത് സംരക്ഷിക്കുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഉയർന്നു കേട്ട പേരായിരുന്നു IVY ഉദ്യോഗസ്ഥനായ സുഗാന്തിൻ്റേത്. മരണവാർത്ത വന്നതോടെ തന്നെ സുഗാന്ത് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അന്വേഷണം സുഗാന്തിലേക്ക് എത്തിയതോടെ പട്ടാമ്പി റോഡിൽ ശുഗപുരം പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള വീട് പൂട്ടി മാതാപിതാക്കളും സുഗാന്തും ഒളിവിലാണ്. വീട്ടുകാരെല്ലാം രക്ഷപ്പെട്ടതോടെ വെള്ളവും ഭക്ഷണവും കിട്ടാതെ പശുക്കൾ, നായയും അടങ്ങിയ വളർത്തുമൃഗങ്ങൾ വളരെയധികം കഷ്ടപ്പാടിലേക്ക് കടന്നു പോവുകയായിരുന്നു. 6 പശുക്കൾ, 3 പശുക്കിടാങ്ങൾ, 1 നായ, കോഴികൾ എന്നിവയാണ് സുഗാന്തിന്റെ വീട്ടിലുള്ളത്. വെള്ളം പോലും കിട്ടാതെ ദുരിതത്തിലായിരുന്നു മൃഗങ്ങൾ. ഇവയുടെ കരച്ചിൽ കേട്ട് അയൽവാസികൾ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു. തുടർന്ന് വാർഡംഗം ES സുകുമാരനും മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി രംഗത്തെത്തി. ഗേറ്റ് ഉൾപ്പെടെ പൂട്ടിക്കിടക്കുകയായിരുന്നതിനാൽ നേർവഴി വീട്ടിലേക്ക് കടക്കാനായില്ല. പിന്നീട് പറമ്പിന്റെ പിന്നിൽ കൂടി അകത്ത് കടന്നാണ് ഇവയ്ക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകിയത്.